ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് MBBS ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. FMGE എക്സാമും അതിൻ്റെ പാസ് റേറ്റ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ താഴെ നല്ല ചീത്തവിളിയാണ് എനിക്ക് കേട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡാറ്റകൾ, ഞെട്ടിപ്പിക്കുന്ന ഡാറ്റകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ആസ് എ സൊസൈറ്റി നിർബന്ധമായും കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കാണണം. വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കോവിഡ് സമയത്ത് വിദേശത്ത് MBBS പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. 2019 ഏകദേശം 310 മെഡിക്കൽ കോളേജുകളിലോട്ടായിരുന്നു പുറത്തോട്ട് പോയിരുന്നതെങ്കിൽ 2022 ആകുമ്പോഴേക്ക് അത് 496 ഏകദേശം പകുതിയിലധികം, ഒരു 160-170% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഇത്രയധികം മെഡിക്കൽ കോളേജിലോട്ട് പുറത്ത് കുട്ടികൾ പഠിക്കാൻ പോകുന്നു, പക്ഷേ ഇവരുടെ ക്വാളിറ്റി ആരാണ് ഉറപ്പുവരുത്തുന്നത്? ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡിപ്ലോമാറ്റിക്, നയതന്ത്രപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നയതന്ത്ര ബന്ധങ്ങളിലൂടെ അവർ ഒരു ലിസ്റ്റ് ഓഫ് മെഡിക്കൽ കോളേജസ് ഓരോ വർഷവും പുറത്തുവിടുമായിരുന്നു. എന്നാൽ ഈ MCIA അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് NMC അഥവാ നാഷണൽ മെഡിക്കൽ കൗൺസിൽ വന്നതിന് ശേഷം ഇന്ന് മെഡിക്കൽ കോളേജുകളിലോട്ട് നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു യാതൊരുവിധ ഉറപ്പും ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അവർ NMC വെബ്സൈറ്റ് ക്ലിയർ ആയി പറയുന്നുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഡസ് നോട്ട് എൻഡോസ് എനി ലിസ്റ്റ് ഓഫ് ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ യൂണിവേഴ്സിറ്റീസ് ഫോർ MBBS ഓർ equivalent course. The public at large is advised that before taking admission in MBBS or its equivalent course in a university outside India, confirmation of fee structure, details of the course should be directly obtained from the university or institution concerned. അതായത് ഇന്ത്യൻ ഗവൺമെന്റോ നാഷണൽ മെഡിക്കൽ കൗൺസിലോ ഒരു നിലക്കും ഒരു മെഡിക്കൽ കോളേജുകൾ എൻഡോസ് ചെയ്യുന്നില്ല. അതിന്റെ ഫീ, മറ്റ് റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര മെഡിക്കൽ കോളേജസ് ഇതിൽ അക്രഡിറ്റേഷൻസ് ഉണ്ട്? ഈ മെഡിക്കൽ കോളേജസിൽ 496 മെഡിക്കൽ കോളേജുകളിൽ അതിൽ ഭൂരിഭാഗ എണ്ണത്തിനും എന്തില്ല, അവിടുത്തെ നാഷണൽ ബോഡിയുടെ, അതായത് ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ NMCയുടെ അഥവാ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അക്രഡിറ്റേഷൻ വേണം. എന്നാൽ ഈ മെഡിക്കൽ കോളേജുകളിൽ വെറും 217 എണ്ണത്തിന് മാത്രമാണ് അവിടുത്തെ ഒരു ഗവൺമെൻറ് ബോഡിയുടെ അക്രഡിറ്റേഷൻ ഉള്ളത്. ബാക്കിയുള്ള ഒരു മെഡിക്കൽ കോളേജസിനും എന്തില്ല, യാതൊരുവിധ അക്രഡിറ്റേഷനും ഇല്ല. ടോട്ടൽ എന്തെങ്കിലും ഒരു ഫോം അക്രഡിറ്റേഷൻ, മേ ബി ഒരു പ്രൈവറ്റ് ബോഡിയുടെയോ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അക്രഡിറ്റേഷൻ ഉള്ളത് ഈ 496-ൽ 293 മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമാണ്. ബാക്കി 203 മെഡിക്കൽ കോളേജുകൾ പ്രത്യേകിച്ച് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത, യാതൊരു അക്രഡിറ്റേഷനും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളാണ്. ഇതെന്തുകൊണ്ട് നമ്മെ തീർച്ചയായും ആകുലപ്പെടുത്തണം? ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ FMGE എക്സാമിൻ്റെ പാസ് റേറ്റ് എന്നുള്ളത് ബിലോ 20% ആണ്. 20% കൂടുതൽ കുറവ് കുട്ടികൾ മാത്രമാണ് പുറത്തു പോയി പഠിക്കുന്നവരിൽ, ഇന്ത്യയിൽ വന്ന് MBBS ചെയ്യുന്നവരിൽ ആ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത്. ഓരോ വർഷം 50,000-ലധികം കുട്ടികൾ ഇപ്പോൾ MBBS ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഇന്ത്യയിൽ വന്ന് എക്സാം എഴുതുന്നുണ്ട്. പല കാരണങ്ങളാൽ അവർക്ക് ആ പരീക്ഷ ടഫ് ആവുകയാണ്. അവിടെ അവർക്ക് ലഭിക്കുന്ന ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്നുള്ളത് കൂടി വളരെ വലിയ കൺസേൺ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരേണ്ടത്. FMGE എക്സാമിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ചീത്ത കേട്ട സംഭവം, FMGE എക്സാമിന് പാസ്സാവാത്തതിൻ്റെ കാരണം അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറഞ്ഞൊന്നല്ല, അവിടെ അടിപൊളി എഡ്യൂക്കേഷനാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവാം, എന്നാൽ നല്ലതിൽ നിന്ന് മോശമായതിനെ നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? 496 ഒരുപാട് 496 മെഡിക്കൽ കോളേജുകളിൽ അതിൽ ഒരു വേൾഡ് റാങ്കിങ്സിൽ പല റാങ്ക് ലിസ്റ്റുകൾ വേൾഡിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പുറത്തിറക്കാറുണ്ട്. അതിൽ 88 എണ്ണം മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ QS, THE അല്ലെങ്കിൽ CWUR, ARWU ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റാങ്കിങ്ങിൽ വരുന്നത് വെറും 88 കോളേജുകൾ മാത്രമാണ്. ബാക്കി 408 കോളേജുകൾ യാതൊരു വിധത്തിലുള്ള വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലോ മറ്റോ വരുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ ചില യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ അഡ്വർട്ടൈസ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ അവയിൽ പലതിനും പ്രോപ്പറായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പോലും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, മാത്രമല്ല പല കോളേജസിനും ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഇല്ല. ഓക്കെ, അതായത് 382 കോളേജുകൾക്ക് മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ അവരുടെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഉള്ളത്. ബാക്കി 114 കോളേജുകൾക്ക് ഒരു നിലക്കും അവർക്ക് ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പുകളോ ഇല്ല എന്ന് കാണാൻ സാധിക്കും.
ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ജോർജിയയിലുള്ള ട്ബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹിപ്പോക്രൈറ്റ്സ്, അവിടെ എന്താണ്, അവിടുന്ന് പല കുട്ടികളും FMG എഴുതുന്നുണ്ട്. പക്ഷേ ആ FMG എഴുതുന്ന ആ മെഡിക്കൽ കോളേജ് ഓൺലൈൻ സെർച്ചുകളിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണുന്നില്ല. ഓക്കെ, ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു പേരിലുണ്ടെന്നല്ലാതെ ഇവർ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ പല യൂണിവേഴ്സിറ്റീസിന് വെബ്സൈറ്റ് ഇല്ല. ഈ വെബ്സൈറ്റുകൾ ഇനി ഇമെയിൽസ് പലതും സെർച്ച് ചെയ്യുന്നത് കിട്ടുന്നത് Gmail അല്ലെങ്കിൽ യാഹൂ അക്കൗണ്ടാണ്. ഇതൊരിക്കലും വിശ്വസനീയമല്ല. കാരണം ഒരു പ്രോപ്പർ എസ്റ്റാബ്ലിഷ്ഡ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഡൊമൈൻ നെയിമിൽ ഒരു ഇമെയിൽ അഡ്രസ്സോ ഒരു വെബ്സൈറ്റോ ഉണ്ടാവും. ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല വെബ്സൈറ്റുകളിലും കൊടുത്തിട്ടുള്ളത് +91 വെച്ചിട്ടുള്ള ഫോൺ നമ്പറാണ്. +91 എന്നുള്ള ഇന്ത്യയുടെ കോഡാണ്. അപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റി ആയിട്ടും +91 അല്ലെങ്കിൽ 0091 എന്ന ഇന്ത്യൻ കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഫോൺ നമ്പേഴ്സ് കൊടുക്കുന്നത്? അത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ചാക്കിട്ട് പിടിക്കാൻ അല്ലെങ്കിൽ അവരുടെ കോൾസ് റിസീവ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും റിപ്പോർട്ട്സ് നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഒന്ന്, ഗവൺമെൻറ് ഇതിലൊരു ആക്ഷൻ എടുക്കണം. നാഷണൽ മെഡിക്കൽ കൗൺസിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏതൊക്കെ കോളേജസ് ആണ് അപ്രൂവ്ഡ്, ഏതൊക്കെയാണ് അക്രഡിറ്റഡ് അല്ലാത്തത് എന്നുള്ളത് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉപയോഗിച്ച് കൃത്യമായും വെളിപ്പെടുത്തേണ്ടത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. രണ്ട്, പബ്ലിക്കിൽ നമ്മൾ പബ്ലിക്കായിട്ടുള്ള പൊതുജനമായിട്ടുള്ള നമ്മൾ 35 ലക്ഷമോ 40 ലക്ഷമോ മുടക്കി MBBSന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിനെയോ ഏജൻസിനെയോ മാത്രം വിശ്വസിച്ചുകൊണ്ട്, തീർച്ചയായും അവരുടെ അടുത്ത് ഞാനിത് എല്ലാവരെയും കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവരെയും തള്ളി പറയുകയോ എന്നല്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ പറഞ്ഞയക്കുന്നവരുണ്ടാവും, മോശം യൂണിവേഴ്സിറ്റികളിൽ പറഞ്ഞയക്കുന്നവരും ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ബേസിക് സൈക്കോളജി ഉണ്ട്. സൈക്കോളജി എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരാൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പയ്യൻ അവിടെ പോയി പെട്ടു, അവൻ ഒരിക്കലും പിന്നെ ആ യൂണിവേഴ്സിറ്റി മോശമാണെന്ന് പറയില്ല. കാരണം അത് അവൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. ആ യൂണിവേഴ്സിറ്റി നല്ലതാവുക അറ്റ്ലീസ്റ്റ് അവൻ്റെ ഇമേജിലെങ്കിലും എന്നുള്ള അവൻ്റെ കൂടി പ്രശ്നമാണ് അല്ലേ. കാരണം ലക്ഷക്കണക്കിന് രൂപ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, 40 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ പോയി പഠിക്കുന്ന ഒരാൾ മോശമാണെന്ന് പറയില്ല. പിന്നെ ഇത് കമ്പയർ ചെയ്യാൻ അവർക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ നല്ല യൂണിവേഴ്സിറ്റികളോ അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതന്നെ MBBS ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി ചേരുന്നതിന് മുമ്പ് നന്നായി നമ്മൾ ഉറപ്പുവരുത്തണം. കഴിയുമെന്നുണ്ടെങ്കിൽ പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി അഡ്വൈസ് ചെയ്യുക. കാരണം അത്തരത്തിൽ പഠിക്കേണ്ട ഒന്നല്ല MBBS എന്നുള്ളൊരു കൃത്യമായ ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓക്കെ, ശരിയാണ്, ഇന്ത്യയിൽ കോസ്റ്റ്ലിയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അത്രയൊരു റിസ്ക് എടുത്തുകൊണ്ട് ഈ FMG എക്സാമിന് ഇതുവരെ 25% മേലെ പാസ് റേറ്റ് പോയിട്ടില്ല. നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അത്രയും റിസ്ക് എടുത്ത് പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വീണ്ടും ചീത്തവിളി ഒരുപാട് കേൾക്കാൻ സാധ്യത ഉണ്ട്. ആ ചീത്തവിളി കേൾക്കാൻ റെഡിയായി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. ഇത്രയും സമയം കേട്ടതിന് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.